അതായത് വിജയ് സേതുപതി ഒരു സ്റ്റേജിൽ പറയുന്നുണ്ട്, ഗേൾസിനെ വുമൻസിനെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ വൈഫിനെ മനസ്സിലാക്കാനായിട്ട് 15 വർഷം എടുത്തു. എന്താ എന്റെ സങ്കടം തീർക്കാൻ പറ്റുമെന്ന് നോക്കുന്നതും ചിലപ്പോ ഞാൻ മറ്റേനോട് സംസാരിക്കാറുണ്ട്. പാരമ്പര്യ സ്വത്തിന് മാത്രമേ അവകാശമുള്ളൂ. ഇപ്പം ഞാൻ ഉണ്ടാക്കിയ ഒരു പ്രോപ്പർട്ടിയില്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വീടില് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ മക്കൾക്ക് കൊടുത്താൽ മതി. അങ്ങനെ ഒരു നിയമമുണ്ട്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത് നമുക്കൊരു ആവശ്യമുണ്ട്. നമുക്കൊരു ഫുഡ് വാങ്ങിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇന്നേഴ്സ് ഒക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ പോലും അത് നമ്മുടെ കയ്യിൽ നിന്ന് അത് ആരോടും ചോദിക്കാതെ എടുത്ത് ചെലവാക്കാനുള്ള ഫ്രീഡം. എല്ലാ പെൺകുട്ടികളുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ്, ഞാൻ സമ്പാദിച്ചു കൊണ്ടുവരുന്ന കാശിന്ന് എന്റെ പാരന്റ്സിന് കൊടുക്കുക. നമ്മൾ ഇത്രയും നാള് വളർത്തിയവർക്ക് ഒന്നും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയുള്ള പെൺകുട്ടികൾ ഒരുപാടുണ്ട്. ബോയ്സിന്റെ കാര്യത്തില് ഒരു ലോക്കിൽ പെടുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പം അച്ഛനും അമ്മയും എടുത്ത കടങ്ങള്, അല്ലെങ്കിൽ അവര് എടുത്ത കടങ്ങള്, പെങ്ങളുടെ കല്യാണം കഴിപ്പിച്ചുള്ള കടങ്ങള്, അതിലൊക്കെ പെട്ടുപോകുന്ന ആൺപിള്ളേരുണ്ട്. മാരേജ് ഓർ അറേഞ്ച്ഡ് മാരേജ്? നോ മാരേജ്. അത് ഫിലിം സ്റ്റാർ നമ്മളോട് ചോദിക്കാൻ പറ്റത്തില്ല. അറേഞ്ച്ഡ് മാരേജ് അങ്ങനല്ല, പ്രേമിച്ച് കെട്ടണമെന്നൊക്കെയാണ് ഞാൻ പെട്ടെന്നാ തോന്നുന്നത്. ഇപ്പൊ പറഞ്ഞത് കണ്ടു കഴിഞ്ഞാൽ പാരന്റ്സ് അതിന് വിട്ടുതരും. അതെ, ഇപ്പോ ഗീതു ലവ് മാരേജ് ആണ് പറയുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെയാണ് എന്റെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ. പക്ഷെ ഇനിയുള്ള ജേർണിയിൽ എനിക്ക് കമ്പാനിയനാവാൻ പറ്റും. എൻ്റെ ഒരു ഫസ്റ്റ്, അങ്ങനെയല്ല, വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ല. എന്നെ കേട്ടിരിക്കുന്ന ഒരാളാവണം, എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാവണം. ഇതൊക്കെ റെക്കോർഡ് ആവുന്നുണ്ടല്ലോ. നമുക്ക് ഗീതുവിന്റെ കല്യാണത്തിന് ഈ ഒരു എപ്പിസോഡ് എന്തായാലും സ്പെഷ്യൽ എപ്പിസോഡായിട്ട് കാണിക്കാം. അല്ല, ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടാവുമല്ലോ. ഞാൻ ചില സമയങ്ങളിൽ സംസാരിക്കും, അല്ലെങ്കിൽ സംസാരിക്കില്ല. ഒരു ആംബിവേർട്ടാണ് ഞാൻ. അപ്പം എന്നെ കേട്ടിരിക്കുന്ന ഒരാളായിരിക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കണം. അതെല്ലാവർക്കും ഉള്ള പോലെ തന്നെ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡ്. ഞാൻ പണ്ട് കല്യാണത്തിന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. എനിക്ക് അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നെ സഹിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അതായത് വിജയ് സേതുപതി ഒരു സ്റ്റേജിൽ പറയുന്നുണ്ട്, ഗേൾസിനെ വുമൻസിനെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ വൈഫിനെ മനസ്സിലാക്കാനായിട്ട് 15 വർഷം എടുത്തു. എന്നാലോചിക്കുക, അപ്പൊ എത്രയും സ്ട്രഗിൾ ഉണ്ടാവും ആ ഒരു മാരേജ് ലൈഫിൽ. അവരൊന്ന് സെറ്റ് ആയിട്ട്, കാരണം 2 ഇൻഡിവിജ്വൽസ് ആണ്, 2 ഫാമിലീസിലെ 2 അറ്റ്മോസ്ഫിയറും വളർന്ന ആൾക്കാരെ എക്സ്ട്രീംലി ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്. അവരൊന്ന് സെറ്റായി പോവാൻ സമയമെടുക്കും. അതിന്റെ ഇടയിലാണ് ബാക്കിയുള്ള ആൾക്കാരെ കൂടി ഈ പ്രഷർ ചെയ്യുന്ന സംഭവം. ഈ കല്യാണത്തിന് ഈ എന്താ പറയാ, ഇപ്പം എനിക്ക് പറഞ്ഞു തരാനുള്ളത് ഗീതുവിന്റെ അടുത്താണ്. പലർക്കും ഞാൻ ഉപദേശം കൊടുക്കാറുണ്ട്. ചില സമയത്ത് ഞാനിപ്പോ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എനിക്ക് വിഷമം വരുന്ന സമയത്ത് എന്നെ കേട്ടിരിക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പറയാമായിരുന്നു എന്നെനിക്ക് തോന്നാറുണ്ട്. അല്ലെ, ഞാൻ പറയുന്നതൊക്കെ കേട്ടിരുന്ന് ഇപ്പം എന്റെ പ്രോബ്ലംസിന് സൊല്യൂഷൻ പറഞ്ഞു തരാൻ ഒരു നല്ലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ, ഫ്രണ്ട് പോലെ ഒരാളെന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. എന്റെ ലൈഫ് കുറച്ചും കൂടെ ചില സമയങ്ങളിൽ ബെറ്റർ ആവുമെന്ന് തോന്നും, കുറച്ച് കഴിയുമ്പോൾ അത് മാറും. ഇപ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ ഗീതു പറഞ്ഞത് ഇല്ല എന്നുള്ളതാണ്. ആ കമ്മ്യൂണിക്കേഷൻസ് ഫാമിലി ലൈഫിൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം കല്യാണം കഴിഞ്ഞ് അവര് ജീവിക്കുന്നു, രാത്രി ഇപ്പൊ ഈ പറഞ്ഞ പോലെ സങ്കടങ്ങളൊക്കെ പറയുന്നു. എവിടെ ഒരാൾ ഒരു ഫോണിലും മറ്റൊരു ഫോണിലുമായിരിക്കുന്നു. അതാണ് വില്ലനാണ്, വലിയൊരു വില്ലനാണ് ഇപ്പോഴത്തെ ഫാമിലിയിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. കുട്ടികളുടെ ഒരു എന്താ പറയാ, എല്ലാവരുടെയും ലോകം ഈ ഒരു സിമ്പിൾ സ്ക്രീനിലോട്ട് പറയുന്നതും എന്താ എന്റെ സങ്കടം തീർക്കാൻ പറ്റുമെന്ന് നോക്കുന്നതും ചിലപ്പോ ഞാൻ മറ്റേനോട് സംസാരിക്കാറുണ്ട് കേട്ടോ. ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോ ഞാൻ മറ്റേനോട് പോയി ഹായ് ഡാ, ഹലോ ഡാ, സുഖല്ലേടാ. അപ്പൊ എന്നോട് പറയും, എന്നാ അങ്ങനൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ആണ്, എന്നാലും നീ എന്നോട് പറ, ഞാൻ കേൾക്കാന്നുള്ള സംഭവം. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് 2 ക്വസ്റ്റ്യൻസ് കൂടെ ചോദിക്കാറുണ്ട്. ഒരു കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോയിനാണോ അല്ലെങ്കിൽ ഒരു ഗേളിനാണോ, ആർക്കാണ് കൂടുതൽ ബെനിഫിറ്റ്?
ബെനിഫിറ്റ് ഇപ്പോ രണ്ടുപേർക്കും ഒരുപോലെ മുന്നോട്ട് പോകണം എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ കണ്ടുവരുന്നത് ബോയ്ക്കാണ് കൂടുതൽ ബെനിഫിറ്റ് എന്നുള്ളതാണ്. ഇപ്പം എന്താണ് അങ്ങനെ പറയാൻ കാരണം? സ്ത്രീധനം കിട്ടും. സ്ത്രീധനം ഒരു കാര്യം. ഇപ്പോൾ തമിഴ്നാട്, ഇപ്പോൾ വീണ്ടും ഞാൻ തമിഴ്നാട്ടിലോട്ട് പോകുന്നത്, തമിഴ്നാട്ടിൻ്റെ ഒരു കൾച്ചർ മീൻസ് ആ ചർച്ചിൽ കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് അത്. ഗേൾസിൻ്റെ ഫാമിലി മസ്റ്റായിട്ട് ഇത്ര ഗോൾഡ് കല്യാണം കഴിച്ച് പോകുന്ന ആ വീട്ടിൽ കൊടുക്കണം. കൊടുത്താൽ അവര് ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടല്ല, അമ്മായിയുടെ കയ്യിലോട്ടാണ് അത് കൊടുക്കുന്നത്. മീൻസ് അത് അവർക്ക് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ നന്നായിട്ട് സേവിങ്സും അത്യാവശ്യം വെൽത്തൊക്കെ ഉണ്ടാക്കും. ദൂരത്ത് അങ്ങനെ ഞാൻ കളയാറില്ല. അത്യാവശ്യം നല്ല രീതിയിൽ സേവിങ്സ് ഉള്ള ആൾക്കാരാണ്. പക്ഷെ അതൊരു എന്താ പറയാ ടാബാണ്. അതങ്ങനെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഞാൻ ഈ ഷോയിൽ തന്നെയാണ് പെൺകുട്ടികൾ പാരന്റ്സിന്റെ അടുത്ത് സ്ത്രീധനം ഡിമാൻഡ് ചെയ്യുന്നത്. എനിക്ക് 50 പവൻ ഉണ്ടെങ്കിൽ, എനിക്ക് 100 പവൻ ഉണ്ടെങ്കിൽ ഞാൻ കല്യാണത്തിന് സമ്മതിക്കും. അതേപോലെ തന്നെ ഈ അടുത്തൊരു ഷോർട്ട് ഫിലിം ഇറങ്ങിയിരുന്നു, അതിന്റെ പേരെന്താണെന്ന് അറിയില്ല. ഇതേപോലെ തന്നെ പെൺകുട്ടിയാണ് പാരന്റ്സിന്റെ അടുത്ത് ഡിമാൻഡ് ചെയ്യുന്നത്. എനിക്ക് ആ വീട്ടിൽ പോകണമെങ്കിൽ എനിക്ക് 50 പവൻ സ്വർണ്ണവും കാറും അതേപോലെ തന്നെ സംഭവങ്ങളും വേണം. അതിന് ആധാരം പണയം വെച്ചിട്ടാണെങ്കിലും എന്റെ കല്യാണം നടത്തണം എന്നുള്ള സംഭവം. അപ്പം എല്ലാ ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പം ചില പെൺകുട്ടികളെ കണ്ടിട്ടില്ലേ, ഇപ്പം സ്ത്രീധനം അത്യാവശ്യത്തിൽ കൂടുതൽ കൊടുത്ത് കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മളെ വീട്ടിലേക്ക് വരുമ്പം വീട്ടിലുള്ള എല്ലാം ഊറ്റിയെടുക്കാന്നുള്ളൊരു ഇത്, വീണ്ടും എനിക്ക് അനിയന്റെ സ്വത്തിന് ഭാഗം വേണം, പിന്നെ അങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ അച്ഛനും അമ്മയും ഉണ്ടാവും, അവര് നമ്മളെ കല്യാണം കഴിപ്പിച്ചു വിടുന്നു, അത് അവരുടെ ഉത്തരവാദിത്തം. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ അവർക്ക് ഒരു വീടുണ്ടാവും. ചില ആൾക്കാർ ഇപ്പോൾ സ്വത്ത് തർക്കം എന്നൊക്കെ അടിപിടി കൂടുന്ന ഉണ്ട്, ഒരുപാട് ആൾക്കാർ അടി കൂടുന്നുണ്ട്. ശരിക്കും അങ്ങനെ വേണോ? അത് അവരുണ്ടാക്കിയ വീടല്ലേ. നമ്മുടെ വീട് വേണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയാൽ പോരെ. അതെ, നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ ഭർത്താവ്, കുട്ടികൾ, അവര്. പക്ഷെ നമ്മൾ അവരെ പ്രൊട്ടക്ട് ചെയ്യണം. അവരച്ഛനമ്മയാണ്, അവർ പ്രൊട്ടക്ട് ചെയ്യണം, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. പക്ഷെ അവരുണ്ടാക്കിയ വീടിന് വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക, അടിപിടി കൂടുക എന്നുള്ളതൊക്കെ പറയണത് ഒരു മോശമായിട്ടുള്ള എനിക്ക് തോന്നുന്നത് നിയമത്തിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പം നിയമം മാറി. അതായത് പാരമ്പര്യ സ്വത്തിൽ മാത്രമേ അവകാശമുള്ളൂ. ഇപ്പം ഞാൻ ഉണ്ടാക്കിയ ഒരു പ്രോപ്പർട്ടിയില്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വീട്ടില് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ മക്കൾക്ക് കൊടുത്താൽ മതി, അങ്ങനെ ഒരു നിയമമുണ്ട് ഇപ്പൊ. പക്ഷെ എനിക്ക് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടിയ സ്വത്താണെങ്കിൽ ഞാൻ എന്റെ മക്കൾക്ക് നിർബന്ധമായിട്ടും കൊടുക്കണം. പക്ഷെ ഞാൻ ഉണ്ടാക്കിയതാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം. നൈലോഷ പറയില്ലേ, എന്റെ മോനിക്ക് ഒരു 18 വയസ്സാവുമ്പോ അവന്റെ ബാങ്ക് ബാലൻസ് എന്തോ 0 ആയിരിക്കും. അവനിക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവന് സമ്പാദിച്ചോളണം, അല്ലാതെ ഒരു ബാക്ക് സപ്പോർട്ടും ഉണ്ടാവില്ല എന്നുള്ളത് പുള്ളിക്കാരിയുടെ ഒരു ഇന്റർവ്യൂവിൽ എന്തോ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പം ഒരു റീൽ കോട്ട് പോലെ ഒരു പെൺകുട്ടിക്ക് ജീവിക്കാൻ അത്യാവശ്യം വേണ്ടത് സ്വന്തമായിട്ടൊരു മുറി, അതേപോലെ തന്നെ പാർവതിയുടെ സിനിമയിലെ ഒരു റൈറ്റർ എഴുതിയതല്ലേ ഞാനൊരു ഷോർട്സിലും കണ്ടിട്ടുണ്ട്. അവൾക്കൊരു റൂമാണ് വേണ്ടത്, അപ്പൊ നീ അമ്മന്റെ കൂടെ കിടക്ക്, നീ ഈ റൂമിൽ കിടക്ക് എന്ന് പറയുമ്പോ ആ അമ്മ പറയുന്നത് അവൾക്ക് സ്വന്തമായിട്ടൊരു മുറി വേണം, അവള് മുറി ഇല്ലാത്തത് കൊണ്ടിട്ട് അവളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് വീണ്ടും പോയി, നിനക്കതിപ്പോ പറഞ്ഞാൽ മനസ്സിലാവില്ല അവളുടെ എന്തോരം വേദനയാണ് അനുഭവിക്കുന്നത് എന്ന് പറയുന്നത്. അത് ചിലപ്പോ കല്യാണം കഴിഞ്ഞവർക്ക് മനസ്സിലാവായിരിക്കും അല്ലേ? അല്ല, എന്റെ വീട്ടിലാണെങ്കിൽ ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ടാ എന്ന് വെച്ചാല്. പക്ഷെ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, അതല്ലാതെ പുറത്തൊരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അഡാപ്റ്റ് ചെയ്യുമായിരിക്കും. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം അത്രയും ഫ്രീഡം എനിക്ക് കിട്ടണമെന്നില്ല. ഏജ് ബാരിയറും കൂടി ഉണ്ട് ആക്ച്വലി. ഇപ്പൊ കല്യാണത്തിന്റെ കാര്യം പറയുവാണല്ലോ, എന്റെ കല്യാണം കഴിഞ്ഞത് 22ാമത്തെ വയസ്സിലാണ്. എന്റെ അനിയത്തിയുടെ കല്യാണം കഴിയുന്നത്, അതായത് കസിൻ അനിയത്തിയുടെ കല്യാണം കഴിയുന്നത് 18ാമത്തെ വയസ്സിലാണ്. അതായത് എന്നെക്കാളും മുമ്പേ അവള് കല്യാണം കഴിച്ചു. പക്ഷെ അവൾ ആ ഫാമിലിയായിട്ട് പല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അവൾ ആ ഫാമിലിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് കാണുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. കാരണം അവൾ ആ ലോകം കണ്ടത് ആക്ച്വലി ആ ഫാമിലിയിലാണ്. നമ്മള് കോളേജിലൊക്കെ പോയി അടിച്ച് പൊളിച്ച് ആഷ് പോഷായി ഫ്രണ്ട്സിന്റെ കൂടെ മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് നമ്മുടെ കല്യാണം കഴിയുന്നത്. അപ്പൊ പല കാര്യങ്ങളായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോ നമ്മൾ ഓരോ ലോകം കാണുന്നതിനനുസരിച്ച് നമുക്കൊരു അഡാപ്റ്റബിലിറ്റി
ഫ്ലെക്സിബിലിറ്റിയും കുറയും. അതേപോലെ തന്നെ 18 വയസ്സിൽ അല്ലെങ്കിൽ 19 വയസ്സിൽ കല്യാണം കഴിച്ചവർ അല്ലെങ്കിൽ കല്യാണം കഴിപ്പിച്ചവർക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ, ഒരു 30 വയസ്സ് കഴിയുമ്പോൾ, 2 പിള്ളേരൊക്കെ ആയി കഴിയുമ്പം എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മതിയായിരുന്നു കല്യാണം, എനിക്കൊരു ജോലിക്ക് പോകണം, എനിക്കിനി ഡ്രീംസ് അച്ചീവ് ചെയ്യണം എന്ന് വിചാരിച്ച് മുൻനിരയിലേക്ക് വരുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഇപ്പോൾ അതൊക്കെ ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമുക്കായിരിക്കും. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ്, ഇപ്പൊ ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ എന്റെ പഠിത്തം കണ്ടിന്യൂ ചെയ്തു, ജോലിക്ക് പോയി, ഞാനൊന്നിനും ബ്രേക്ക് കൊടുത്തിട്ടില്ല. ആകെ ബ്രേക്ക് കൊടുത്തൊരു 6 മാസം പ്രസവത്തിന് ശേഷം എന്നുള്ളതാണ്. ബാക്കി ഫുൾ കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ എന്റെ ഫ്രണ്ട്സ് പലരും നന്നായിട്ട് പഠിച്ചിരുന്നവരായിക്കോട്ടെ, ആക്റ്റീവ് ആയിരിക്കണവർ, അവരൊക്കെ കല്യാണം കഴിഞ്ഞ് ഫാമിലി ലൈഫായിട്ട് ഒതുങ്ങിക്കൂടെയായിരുന്നു. ഇപ്പൊ 30 കഴിയുമ്പോൾ അല്ലെങ്കിൽ 30ലേക്ക് അടുക്കുമ്പോൾ അവർ പലരും നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, രേഷ്മ നീ ഇങ്ങനെ പുറത്തു പോയി ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോകണം, അസൂയ തോന്നുന്നു, പഠിക്കാൻ തോന്നുന്നു, ജോലിക്ക് പോകാൻ തോന്നുന്നു. അപ്പം ഞാൻ പോ എന്ന് പറയും. പക്ഷെ പോകാൻ പറ്റുമോ, കുട്ടികളുണ്ട്, അവരുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കും കുട്ടികളുണ്ട്, പക്ഷെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വീട്ടിലിരുന്ന് ഓഫ്ലൈൻ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ നോക്കൂ എന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ് കല്യാണം കുറച്ച് ലേറ്റ് ആയിട്ട് കഴിച്ചാൽ പറയുന്നത്. 20 to 30 വരെയാണ് പ്രൊഡക്ടിവിറ്റി ഏറ്റവും കൂടുതലുള്ള ഏജ്. അപ്പൊ ആ ഏജില് നമ്മള് മാരേജ് എന്ന് പറഞ്ഞൊരു എന്താ പറയാ കസ്റ്റമിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ, സിസ്റ്റത്തിലോട്ട് ചെന്ന് കഴിയുമ്പോൾ ഈ പെൺകുട്ടികൾ ചിന്തിക്കുന്നതാണ്, പെൺകുട്ടികൾക്കെല്ലാം ഒരു ഇത് ആൺകുട്ടികളും ചിന്തിക്കും, ആൺകുട്ടികൾക്ക് ഇതിലും വലിയ ബേർഡൻ ഉണ്ട്, അതില്ലെന്ന് പറയുന്നില്ല. പക്ഷെ പെൺകുട്ടികളുടെ ഭാഗം വെച്ച് പറയുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ അവരെ റെസ്ട്രിക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അവർക്ക് അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ട്. പല റെസ്ട്രിക്ഷൻസും വരും. അവിടെ പോരുത്, ഇത്ര ടൈം കഴിഞ്ഞ് വർക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടിട്ടായിരിക്കും കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജോബിന് ഇന്റർവ്യൂക്ക് ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് കുട്ടികളുണ്ടോ എന്ന് ചോദിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു കുട്ടികളുണ്ട്, ഓക്കെ എന്നാ പറ്റില്ല കേട്ടോ, നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ പറഞ്ഞ് നമ്മൾ ആദ്യമേ അങ്ങോട്ട് ഒഴിവാക്കും. അങ്ങനെ ചെയ്യുന്ന കുറച്ച് കമ്പനിക്കാരും ഉണ്ട്. ഇല്ല, അതുണ്ട്. അതായത് ഞാൻ ഈ അടുത്ത് ഒരു ജോബിന് വേണ്ടിയിട്ട് ഇങ്ങനെ ജോബിന്റെ ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ വാക്കൻസി കണ്ടല്ലോ. അപ്പൊ ആദ്യം ചോദിച്ചു മാരീഡ് ആണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു അതെ മാരീഡ് ആണ്. കുട്ടികളുണ്ടോ? ഞാൻ പറഞ്ഞില്ല. അല്ല അപ്പൊ ന്യൂലി മാരീഡ് ആണോ? ഞാൻ പറഞ്ഞല്ല. എന്നുവെച്ചാൽ എന്താ അങ്ങനെ ചോദിച്ചാൽ, അല്ല ന്യൂലി മാരീഡ് ആണെങ്കിൽ ഇപ്പൊ തന്നെ പ്രഗ്നന്റ് ആയി, പിന്നെ പ്രഗ്നൻസി ലീവ് അതൊക്കെ ആവുമല്ലോ. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അത് പ്രൊസീഡ് ചെയ്തില്ല. അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ. പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, പണ്ടത്തെ അപേക്ഷിച്ച് ആസ് എ വുമൺ, ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ നമുക്ക് സ്ത്രീകൾ ഉയർന്നു വരുന്നത് കാണുമ്പം നമുക്കറിയാതെ തന്നെ ഒരു സന്തോഷം നമ്മളെല്ലാവർക്കും വരും. പക്ഷെ അങ്ങനെ സന്തോഷം ഇല്ലാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. സീരിയസ്ലി ഉണ്ട്. അതുണ്ട്. പക്ഷെ ഇപ്പൊ പണ്ടത്തെ അപേക്ഷിച്ച് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ്. പണ്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് അല്ല അത് ചോദ്യം. ഞാൻ പറയട്ടെ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ റീല് ഈ ഗേൾസ് ഇപ്പൊ ഞാൻ ഇൻഡിപെൻഡന്റ് വുമൺ ആണ്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. എന്താണ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ്? അതെനിക്ക് മനസ്സിലായിരുന്നു. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ചേച്ചിയുണ്ട്, എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചിയാണ്. നീ ചോദ്യത്തിന് ഞാൻ ഇതിന് ഒരു കഥയിലൂടെ ഉത്തരം പറയാൻ പാട്. എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചിയുണ്ട്. മെഹർ പറഞ്ഞ റീൽ എനിക്ക് മനസ്സിലായി. എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി പഠിച്ചത് വേറൊരു സ്ട്രീമാണ്, അത്യാവശ്യം ഹൈ എഡ്യൂക്കേഷൻ ഉള്ളൊരു സ്ട്രീമാണ് ആ ചേച്ചി പഠിച്ചത്. പക്ഷെ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയായപ്പം കുട്ടിയെ നോക്കണം എന്നുള്ളത് കൊണ്ട് ആ ജോലിക്ക് പോകാനായിട്ട് പറ്റില്ല. ഭർത്താവിന്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല, ഭർത്താവ് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ആ ചേച്ചി ഒരു ചെറിയ ജോലിയിൽ ചെറിയ ശമ്പളത്തിൽ ഒരിടത്ത് ഒതുങ്ങിക്കൂടാണ്. അപ്പൊ ഒരു ചെറിയ ശമ്പളമാണ് കിട്ടുന്നത്. ആ കിട്ടുന്ന ശമ്പളം അങ്ങനെ തന്നെ ഭർത്താവിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കാണ്. അതേപോലെ തന്നെ ഞാൻ ഒരാളെയല്ല കുറെ പേര് അങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരു 50+, 60+ ആയ ആളുകൾ ഇപ്പോഴും ജോലിക്ക് പോകുന്നവര് കിട്ടുന്ന ശമ്പളം അപ്പം അങ്ങനെ തന്നെ ഭർത്താവിന്റെ കൊണ്ടു കൊടുക്കും. നമ്മൾ ജോലി ചെയ്യുന്ന ക്യാഷ് നമുക്കായിട്ട് നമ്മൾ എങ്ങനെ ചിലവാക്കുന്നു എന്നതിലാണ് ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. നമ്മൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒരാൾ ഇൻഡിപെൻഡൻസ് ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് നമുക്കൊരു ആവശ്യമുണ്ട്, നമുക്കൊരു ഫുഡ് വാങ്ങിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇന്നേഴ്സ് ഒക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ പോലും അത് നമ്മുടെ കയ്യിൽ നിന്ന് അത് ആരോടും ചോദിക്കാതെ എടുത്ത് ചെലവാക്കാനുള്ള ഫ്രീഡം അതാരും തരേണ്ടതല്ല. അതിനെയാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ആസ് എ വൈഫ് അല്ലെങ്കിൽ ആസ് എ പാർട്ണർ എന്ന് പറയുമ്പോൾ നമ്മളുടെ പാർട്ണറെ സപ്പോർട്ട് ചെയ്യേണ്ടതും തന്നെ. പക്ഷെ ഫുൾ സപ്പോർട്ട് നമുക്കും ആ ഒരു സപ്പോർട്ട് തിരിച്ചും കൂടി കിട്ടുന്നുണ്ടോ എന്നുള്ള സംഭവം കൂടി
ഉള്ളിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അത് മാത്രല്ല മെഹ്റു, ഈ മണി മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, നമുക്ക് ആദ്യം നമ്മളെ കയ്യിൽ പൈസ കിട്ടുമ്പോൾ നമുക്ക് സേവ് ചെയ്യണം എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവില്ല. അപ്പം ആദ്യം നമ്മളത് പതിയെ പതിയെ ആരും പഠിപ്പിക്കുന്നതല്ല, നമ്മൾ പഠിച്ചു വരുന്നതാണ്. എക്സ്പീരിയൻസിലൂടെ നമ്മളെല്ലാരും പഠിച്ചു വരുന്നതാണത്. പക്ഷെ അപ്പൊ നമ്മളൊക്കെ അത് പഠിച്ചു വരും, എന്തായാലും നമ്മള് പഠിച്ചു വരും. പക്ഷെ എനിക്കത് കൈകാര്യം ചെയ്യാൻ അറിയില്ല. ഭർത്താവ് അത് ചെയ്തോട്ടെ എന്ന് സന്തോഷത്തോടെ പറയുന്ന ആളുകളുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനിപ്പോ കല്യാണത്തിന് റെഡിയാണ്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം ഈ അടുത്ത്, ആള് കല്യാണത്തിന് റെഡിയാണ്, പെണ്ണ് കാണാനായിട്ട് ആളുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ജോലിയൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ നിന്നാണ് കല്യാണം നോക്കുന്നത്, പക്ഷെ ഞാൻ കല്യാണത്തിന് റെഡിയാണ്. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, ഇവർക്ക് കല്യാണം കഴിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു ലോകമാണ്. കറക്റ്റ് അത് അറിയാണ്ടാണോ ഇവർ ചുറ്റുള്ളതൊന്നും കേൾക്കുന്നില്ലേ, ചുറ്റുള്ളതൊന്നും കാണുന്നില്ലേ? അപ്പം നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ, ഇപ്പം എനിക്ക് ചെറുപ്പം തൊട്ട് ഒരു പൈലറ്റ് ആവണം എന്നുണ്ടെങ്കിൽ, പൈലറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടാവും, എനിക്ക് പൈലറ്റ് ആവണം. അതേപോലെ തന്നെ മിക്ക ആമ്പിള്ളേരെയും, ഒരു മിഡിൽ ക്ലാസ് ആമ്പിള്ളേരുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് അച്ഛനമ്മനെയും ഒരു സെറ്റിലാക്കുക, ഒരു നല്ല വീട് പണിയുക, ഒരു വണ്ടി മേടിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുക. അപ്പൊ അവർക്ക് ഡ്രീംസ് ഉണ്ട്. അതേപോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മനെയും സപ്പോർട്ട് ചെയ്യണം, എനിക്ക് നല്ലൊരു വീട് വെക്കണം, എനിക്ക് നല്ലൊരു ജോലിക്ക് പോകണം, എനിക്ക് സാധനങ്ങൾ മേടിക്കണം എന്നുള്ളൊരു ബോധം ഇവർക്കില്ലേ? അത് പറഞ്ഞപ്പോഴാണ് എല്ലാ പെൺകുട്ടികളുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ്, ഞാൻ സമ്പാദിച്ചു കൊണ്ടുവരുന്ന കാശിൽ നിന്ന് എൻ്റെ പാരൻസിന് എന്തെങ്കിലും കൊടുക്കുക. നമ്മൾ ഇത്രയും നാള് വളർത്തിയവർക്ക് ഒന്നും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയുള്ള പെൺകുട്ടികൾ ഒരുപാടുണ്ട്. ഞാൻ കുറച്ച് നാളത്, അതായത് നമ്മൾക്ക് ഇൻകം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് മനസ്സറിഞ്ഞ് അവർക്ക് എന്തെങ്കിലും ഒരു ഇൻകം മീൻസ് എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിപ്പോ ഒരു 100 രൂപയെങ്കിൽ 100 രൂപ അവർക്ക് അത് കൊടുക്കുമ്പോൾ അവരുടെ ഒരു സന്തോഷം അത് വേറെയാണ്, അല്ലെ? അപ്പോൾ അതുപോലെ തന്നെ പറഞ്ഞതാണ്, ഇപ്പോൾ ഗേൾസിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന കുറേ ആമ്പിള്ളേരുണ്ട്, ഒരുപാട് ആമ്പിള്ളേരുണ്ട്. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത്, കഷ്ടപ്പെടുന്നതൊക്കെ നല്ലതാണ്. അത് നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്താൽ മാത്രമേ ക്യാഷിന് ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് എമൗണ്ട് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം സേവ് ചെയ്ത് വെക്കണം. അതായത് ഒരു പോയിന്റ് എത്തുമ്പോൾ ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്ന പല ആൾക്കാരും ഇല്ലാതെ വരുന്നൊരവസ്ഥ, അതിപ്പോ ഗേൾസിനായാലും ബോയ്സിനായാലും ഉണ്ടാവും. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനുണ്ടാവുന്ന ഒരേ ഒരാള് മണിയാണ്. അത് മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ്. ഗേൾസും ബോയ്സ് ആയാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷിയാനോട് പറയും, ഷിയ അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്, നമ്മൾ ഷിയ നോക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്, ഷിയാക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്യാഷ് മാറ്റി വെക്കണം കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നത്, അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് പോലും ഞാൻ മാറ്റി വെക്കണമെന്ന് പറയുന്നത്, കാരണം എനിക്ക് എങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പോകുന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. പക്ഷെ ഞാൻ പറയും, മാറ്റി വെക്കണോട്ടോ എന്നുള്ള സാധനം ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതെന്തോ എനിക്ക് ഒരു പ്രൊട്ടക്റ്റീവ് മൈൻഡ് ഉള്ളതുകൊണ്ടായിരിക്കാം. പക്ഷേ ബോയ്സിന്റെ കാര്യത്തില് ഒരു ലോക്കിൽ പെടുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പം അച്ഛനും അമ്മയും എടുത്ത കടങ്ങള്, അല്ലെങ്കിൽ അവര് എടുത്ത കടങ്ങള്, പെങ്ങളുടെ കല്യാണം കഴിപ്പിച്ചുള്ള കടങ്ങള്, അതിലൊക്കെ പെട്ടുപോകുന്ന ആമ്പിള്ളേരുണ്ട്. അവര് ഡെയിലി ഒരു പണിക്ക് പോകുന്നു, അതിന്റെ പൈസ വീടിന്റെ ലോൺ അടയ്ക്കുന്നു, പെങ്ങളെ കല്യാണത്തിന്റെ ലോൺ അടയ്ക്കുന്നു, പിന്നെ അവന് വേണ്ടി ചെയ്യാനൊന്നുമില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് പെട്ടുപോകുന്ന കുറെ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കൊരു താങ്ങും തണലാർക്ക് കല്യാണം കഴിക്കാനും അല്ലെങ്കിൽ ഒരു ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉണ്ട്. നല്ല അല്ലെങ്കിൽ ഇപ്പൊ ഫ്രണ്ട്സ് ഗാങ്ങിന്റെ കൂടെ ഇരിക്കാനും ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതിന് ഇതിന്റെ ഒരു റീല് ഭയങ്കര ഫേമസ് ആയത്. കെട്ടിയൻ ഫ്രണ്ട്സിന്റെ കൂടെ പോയപ്പോ ഞാൻ അവിടെ ചെന്ന് ശല്യപ്പെടുത്തി എന്നും പറഞ്ഞിട്ട് സ്പേസ് കൊടുക്കുക എന്നുള്ളത്. ഇപ്പൊ ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, കല്യാണം കഴിച്ചതിന് ശേഷവും അവർക്കൊരു സ്പേസ് ഉണ്ടാവണം. ഒരു ഇൻഡിവിജ്വൽ സ്പേസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ സ്പേസ് അല്ലെ, അത് ആണിനും വേണം പെണ്ണിനും വേണം. എല്ലാത്തിലും കയറി എന്റെ ഇട്ടായി, എന്റെ മോളെ, എന്റെ കുഞ്ഞേന്നും പറഞ്ഞിട്ടിരിക്കരുത്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ സ്പേസ് കൊടുത്താൽ തന്നെ, പിന്നെ കമ്മ്യൂണിക്കേഷൻ വേണം, അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. സോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരുവിധം നല്ല രീതിയിൽ പോയിരിക്കും. പിന്നെ ഒരു കാര്യം എനിക്ക് ഗീതുവിനോട് പറയാനുള്ളത്, പറഞ്ഞു തരാം. ഇപ്പൊ നമ്മൾ പ്രേമിക്കുമ്പോ
അല്ലെങ്കിൽ ഇപ്പൊ കല്യാണം ഉറപ്പിച്ചു എന്ന് വിചാരിച്ചോ, ഇപ്പൊ അറേഞ്ച്ഡ് മാരേജ് ആണെന്ന് വിചാരിച്ചോ, നമ്മളെ കാണാൻ വരുന്നു, സംസാരിക്കാൻ വരുന്നു, അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു പീരീഡ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നും അല്ല, ഫുൾ ടൈം ഫോണിൽ സംസാരിക്കുന്നുണ്ട്. സ്വീറ്റ് പീരീഡ്, ഒരു പ്രേമത്തിന്റെ ഒരു പീരീഡ്, പൈങ്കിളി. അതെ, ആ പീരീഡിൽ നമ്മൾ നമ്മുടെ പോസിറ്റീവ് മാത്രമേ കാണിക്കാറുള്ളൂ അല്ലെ. ഇപ്പൊ പ്രേമിക്കുന്ന സമയത്ത് ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിലും പ്രേമിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ പ്രേമിച്ച സമയത്താണെങ്കിൽ ആ വ്യക്തിന്റെ അടുത്ത് നമ്മുടെ പോസിറ്റിവിറ്റി മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് വലിയ പ്രശ്നത്തിൽ അപ്പോ പിന്നെ ഞാൻ വിചാരിച്ചൊരു കാര്യം, കല്യാണം ഉറപ്പിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് പോസിറ്റീവ് അല്ല പറയേണ്ടടുത്ത്, നെഗറ്റീവ്സ് ആണ് പറയേണ്ടത് എന്നുള്ള വകതിരിവ് അല്ലെ, വിവരവും ബോധവും നമുക്ക് വന്നു. അത് ആ ബ്രേക്കപ്പ്, ആ തേപ്പിൽ നിന്ന് കിട്ടിയൊരു സംഭവമാണ്. അപ്പൊ ആ കല്യാണ പ്രപ്പോസൽ വന്നപ്പോ വീട്ടിൽ കാണുന്നതിന് മുമ്പ്, അയ്യോ ഇതൊക്കെ വീട്ടുകാരറിയാലോ, വീട്ടിൽ കാണുന്നതിന് മുമ്പ് നമ്മള് പുറത്ത് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇന്ന സ്വഭാവമുണ്ട്, എനിക്ക് ദേഷ്യം വരും, എനിക്ക് പ്രാന്ത് പോലെ എന്നെ നാഗവല്ലി എന്നാണ് വിളിക്കുന്നത്, എനിക്ക് ചിലപ്പോൾ ദേഷ്യം വന്നു, ഷോർട്ട് ടെമ്പേർഡ് ആണ് എന്നൊക്കെ നെഗറ്റീവ്സ് പറ്റുമെങ്കിൽ മാത്രം കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് കല്യാണത്തിലേക്ക് എത്തുന്നത്. എന്നിട്ടും സ്മൂത്ത് ആയിട്ട് പോകുന്നു എന്നല്ല, ഒരുപാട് പ്രശ്നങ്ങൾ അപ്പോഴും ഉണ്ട്. കാരണം നമ്മൾ ഓരോ വർഷം കൂടുന്തോറും വളർന്നിട്ട് മെന്റലിയും ഫിസിക്കലി ഒക്കെ വളർന്ന് വന്നപ്പോൾ ഓരോ ടൈം പീരീഡിലും ഓരോരോ മാറ്റങ്ങൾ നമ്മൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് വൈ ഗേൾസ് റിജക്റ്റിംഗ് മാരേജ് എന്നാണ്. അപ്പോൾ നല്ലൊരു ഫാമിലി അല്ലെങ്കിൽ ഫാമിലി അറ്റ്മോസ്ഫിയർ കിട്ടും എന്നുള്ളൊരു ട്രസ്റ്റ്, ഫാമിലി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് പറയാറ്. ആ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടിട്ടാണല്ലോ കുട്ടികൾ കല്യാണം കഴിക്കാൻ മടിക്കുന്നത്. അപ്പോൾ അത് ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അല്ലേ. ഫാമിലി മാത്രമല്ല, നല്ലൊരു പാർട്ട്ണർ. ഇപ്പം നമുക്കറിയാം ഇതൊരു ഫേക്ക് വേൾഡാണ്, അല്ലെങ്കിൽ നമ്മൾ റീൽസിൽ കാണുന്നതൊന്നും റിയാലിറ്റി അല്ല. ഒരു കപ്പിൾസിന്, നമ്മളിപ്പോൾ റീൽസിൽ കാണുന്ന കപ്പിൾസ് 90% അവരുടെ ഹാപ്പി ആയിട്ടുള്ളൊരു വശം മാത്രമേ നമ്മളെ കാണിക്കുന്നുള്ളൂ. അവർക്ക് വേറെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് കണ്ട് അങ്ങനെ ഒരു ലൈഫ് നമുക്ക് കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. അതുപോലെ തന്നെ ഇപ്പം കുറേ ഫേക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്, ഫേക്ക് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പം എല്ലാവരും കൂടിയതാണ് ഈ സമൂഹം, ഈ ലോകം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിനനുസരിച്ച് കുറച്ച് നല്ല മനുഷ്യരുണ്ടായാൽ തന്നെ നമുക്ക് എല്ലാത്തിനോടും കുറച്ച് ട്രസ്റ്റ് വരും. ഇപ്പം ഞാൻ നന്നായാൽ എൻ്റെ വീട് നന്നായി, അപ്പോൾ ഒരു സമൂഹം നന്നായി എന്നാണല്ലോ. അപ്പം എല്ലാവരും കുറച്ച് ആത്മാർത്ഥത കാണിക്കുകയാണെങ്കിൽ, കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഓരോരുത്തർക്കും അവർക്ക് യോജിച്ച പാർട്ട്നേഴ്സിനെ കിട്ടുകയാണെങ്കിൽ കല്യാണം കഴിക്കുക. അപ്പം നല്ലൊരു ഫാമിലി ബിൽഡ് ചെയ്യാം, നല്ലൊരു സമൂഹത്തെ നമുക്ക് ബിൽഡ് ചെയ്യാം.